ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. വീനക്ക് വെച്ചിട്ടുള്ള ഒരു എലൈൻ ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തുണി എടുത്തിട്ടുള്ളത് 2.5 മീറ്ററാണ്. ഇത് ഹക്കോബ പ്രിൻറ്റഡ് മെറ്റീരിയലാണിത്. പ്രിൻറ്റഡ് വരുന്ന ഒരു ഹക്കോബ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ലൈനിങ് എടുത്തിട്ടുള്ളത് 2 മീറ്ററാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ല തുണിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണി ഇവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 4ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 45 ഇഞ്ച് ആണ് ലെങ്ത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 45 ഇഞ്ചിൽ ഇവിടെ ലെങ്ത്ത് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 45 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ തുണി ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. ഷോൾഡർ ഞാനിവിടെ 6.5 ആണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ 6.5 മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോളും 6.5 ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് രണ്ടും നിന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ചെസ്റ്റിൻ്റെ അളവ് 8 ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത്. 32 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള കുർത്തിയാണിത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 10 ഇഞ്ചിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതതിൻ്റെ കോർണറിലായിട്ട് നമുക്കിത് അവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആം ഹോൾ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്കിലെ ആം ഹോളാണ്. ഫ്രണ്ടിലെ ആം ഹോൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ചൊന്ന് ഇറക്കി താഴേക്കൊന്ന് ഇറക്കിയിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി അടുത്തതായിട്ട് വേസ്റ്റ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് ലെങ്ത്ത് ഞാനിവിടെ 14 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. 14 ഇഞ്ച് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി 7 ഇഞ്ചാണ് വേസ്റ്റ് വിഡ്ത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പോയിൻറ്റും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിൻറ്റും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എ ലൈൻ ആയതുകൊണ്ട് തന്നെ താഴേക്ക് ഇങ്ങനെ തന്നെ ഇവിടുന്ന് ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുവേണ്ടി താഴെ നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. തുണീൻ്റെ വീതി ഫുള്ളായിട്ട് എടുത്തു കൊടുക്കണമെങ്കിൽ അങ്ങനെ എടുത്തു കൊടുക്കാം. എനിക്കിവിടെ തുണീൻ്റെ വീതി 21 ഇഞ്ചാണ് വരുന്നത്. ഞാനിവിടെ ഫുള്ളായിട്ട് എടുത്തു കൊടുക്കുന്നില്ല. 19 ഇഞ്ചാണ് ഞാനിവിടെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. തുണീൻ്റെ വീതി 19 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ 19 ഇഞ്ച് കൊടുത്ത ഇവിടുന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാനാണ് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഭാഗം താഴത്തെ ഭാഗം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്ത ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ തുണിയിൽ മാർക്ക് ചെയ്തതൊന്നും ക്യാമറയിൽ ശരിക്കും കാണുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ വേസ്റ്റ് ലൈനിൻ്റെ ഇവിടുന്ന് താഴേക്ക് അങ്ങനെ തന്നെ നമ്മളൊന്ന് എ ലൈനായിട്ട് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് അവിടെ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് 3.25 ഇഞ്ചാണ്. നിങ്ങൾ ക്യാൻവാസിലാണ് ചെയ്യുന്നതെങ്കിൽ 3.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാൻവാസ് കൊടുക്കുന്നില്ല. ഞാൻ അവിടെ ലൈനിങ്ങിൽ മറച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 3.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾ സാധാരണ കൊടുക്കുന്നതിനേക്കാളും ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂടുതലായിട്ട് കൊടുക്കണം. വീനൊക്കെ ആയതുകൊണ്ട് തന്നെ 1 ഇഞ്ച് കൂടുതലായിട്ട് കൊടുക്കാം. തീരെ കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ചോക്ക് മാറ്റിയിട്ടുണ്ട്. 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ചും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതായി 2 പോയിൻറ്റും ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം വി ഷേപ്പിൽ. കറക്റ്റ് അതൊന്നിങ്ങനെ വി ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഈ ക്ലിയർ ആയിട്ട് ഇതിൽ കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഈ കളർ തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ആ കളർ വെച്ചിട്ട് തന്നെ അപ്പോൾ അതാ നെക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് നെക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലെ നെക്കാണ്. ഇത് ബാക്കിലെ നെക്കിന് എപ്പം മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. അവിടെ നമ്മൾ വി അല്ല കൊടുക്കുന്നത്, റൗണ്ടായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതിങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിത് ബാക്ക് പാർട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, അതൊന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3.25 കൊടുക്കുന്നത്. ഫ്രണ്ടിലെ നെക്കിന് നമ്മൾ 3.25 കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 3.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊരു ബോക്സ് മാതിരി ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ബോക്സ് മാതിരി വരച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിലെ നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിലെ നെക്കും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലൈനിങ് തുണിയിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് തുണിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നല്ല തുണിയിൽ എത്രയാണോ ലെങ്ത്ത് കൊടുത്തത് അതിനേക്കാളും ഒരു 3 ഇഞ്ച് കുറവായിട്ട് വേണം എടുത്തു കൊടുക്കാൻ. മെയിൻ തുണിയിൽ 45 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ നമുക്കൊരു 42 ഇഞ്ച് ലൈനിങ് തുണിയിൽ എടുത്തു കൊടുക്കാം. ഇവിടെ ഞാൻ 2 മീറ്റർ ലൈനിങ് തുണി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കിവിടെ 40 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആ 40 ഇഞ്ച് അങ്ങനെ തന്നെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇതൊന്നിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്ക് ലൈനിങ് തുണിയിൽ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കൂടുതലായിട്ട് വിട്ടിട്ട് വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് തുണി നമുക്കിവിടെ കുറച്ച് വീതി കുറവായതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പീസ് തുണി വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി, വീതി കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി തുണി ഇവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഇത് അങ്ങനെയൊന്ന് ഇവിടെ 4ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. സ്ലീവിൻ്റെ വിഡ്ത്ത് 9.5 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 9.5 ഇഞ്ച് ഇവിടെ അങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് ഒരു 3.25 ഇഞ്ച് താഴേക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് താഴെ ഒരു 7.5 ഇഞ്ച് സ്ലീവിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു 7.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ 2 പോയിൻറ്റും ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിൻറ്റും ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിത് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് സ്ലീവിന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് സ്ലീവ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്ലീവിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ചെറുതായിട്ടൊന്ന് ഇറക്കി കട്ട് ചെയ്തെടുക്കാം. ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈനിങ് തുണി ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനിതവിടെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. ലൈനിങ് തുണീൻ്റെ മുകളിലേക്ക് നല്ല തുണീൻ്റെ നല്ല വശമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ചിൽ നമുക്കിവിടെ ഒന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ചിൽ വേണം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ അത് നെക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചുറ്റും ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിത് അതൊന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിങ്ങനെ ഒന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലൈനിങ്ങും നല്ല തുണി ചേർത്ത് വെച്ച് നമുക്കിത് ഈ വേസ്റ്റ് ലൈൻ വരെ ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നെക്ക് ഇങ്ങനെ പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ലൈനിങ് തുണി നല്ല തുണിയും ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ലൈനിങ്ങും നല്ല തുണിയും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വേസ്റ്റ് ലൈൻ വരയ്ക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇവിടെ ഫ്രണ്ട് ഓപ്പൺ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ഈ ഫ്രണ്ടിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഈ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 2 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതേമാതിരി ഈ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 3 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തുണി നമുക്ക് ആദ്യം ഒന്ന് 2ആയിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഭാഗത്തൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുമ്പ് നമ്മൾ നെക്ക് ഇവിടെ ഫിനിഷ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചതിന് ശേഷം ഇതൊന്ന് 2ആയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്കിതൊന്നിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഈ ഭാഗത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതൊന്ന് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഉള്ളിലേക്ക് വെച്ച് ഫുള്ളായിട്ട് ഇതൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഈ തുണി ഈ സൈഡ് ഒരു 1/2 ഇഞ്ച് മടക്കി ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല വശത്തല്ല, ചീത്ത വശത്ത് വെച്ചിട്ട് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ വശത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകൾ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ടാവണം. എന്നിട്ട് അവിടെ നിന്ന് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഈ ഭാഗത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല വശത്തേക്ക് വെച്ചിട്ട് ഇവിടെ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ ഇതൊന്നിങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് ഈ 1 ഇഞ്ച് പുറത്തേക്ക് കാണുന്ന മാതിരിയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ഇതൊന്നിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഫ്രണ്ടിൽ ഓപ്പൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ബട്ടൺ ഹോളും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇവിടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ എത്ര ഓപ്പൺ വേണോ അതിനനുസരിച്ച് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ താഴെ ഒരു 12 ഇഞ്ചാണ് താഴെ ഞാനിവിടെ ഇങ്ങനെ ഓപ്പൺ കൊടുക്കുന്നത്. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഈ 12 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. അല്ല ഫുള്ളായിട്ടോ ഓപ്പൺ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടൺ ഹോളും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഇതുവരെ ഞാൻ മാർക്ക് ചെയ്ത് ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് അത് വരയ്ക്കും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഷോ ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ അപ്പോൾ അങ്ങനത്തെ വുഡൻ ബട്ടൺസാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതങ്ങനെയൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് അടുത്തതായിട്ട് ഞാൻ ബാക്ക് പാർട്ടും ഇങ്ങനെ ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല വശത്തേക്ക് തിരിച്ചിടുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മളിത് ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ നല്ല വശമാണ് വെക്കേണ്ടത്. ഇതിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന മാതിരി നമ്മളിത് അവിടെ നിന്ന് ചേർത്ത് വയ്ക്കണം. ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്നിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതേമാതിരി തന്നെ ഇപ്പുറത്തെ വശം. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഈ ലൈനിങ് ഒന്നിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതാ ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ രണ്ടും നല്ല വശത്തേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ നെക്കൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ബാക്കിലെ നെക്കും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വന്നിട്ടുള്ള തുണിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗം ഇതിൻ്റെ സെൻറ്ററും ഒന്നിച്ച് വരുന്ന മാതിരി ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. അതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്ലീവും ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല. മെയിൻ ബോഡി പാർട്ടിൽ മാത്രമാണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് ലൈനിങ് ഇടാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത് അതിനനുസരിച്ച് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താഴെ രണ്ടായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കുക. താഴെ അങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീനക്ക് ഫ്രണ്ട് ഓപ്പൺ എയർലൈൻ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണിത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.